ജന്മതീരമണഞ്ഞു നിന്നൊരു ദേവരാധിക നീയോ, കാതിൽ വന്നൊരു പാട്ടുമൂളിയ കൂവരം കിളി നീയോ, തിരയുകയായി ഇന്നീരാവിൽ പാതി വിരിഞ്ഞൊരു മാനസമലരിനെ, തിരയുകയായി ഇന്നീരാവിൽ പാതി വിരിഞ്ഞൊരു മാനസമലരിനെ, ജന്മതീരമണഞ്ഞു നിന്നൊരു ദേവരാധിക നീയോ, കാതിൽ വന്നൊരു പാട്ടുമൂളിയ കൂവരം കിളി നീയോ, തിരയുകയായി ഇന്നീരാവിൽ പാതി വിരിഞ്ഞൊരു മാനസമലരിനെ, തിരയുകയായി ഇന്നീരാവിൽ പാതി വിരിഞ്ഞൊരു മാനസമലരിനെ, ജന്മതീരമണഞ്ഞു നിന്നൊരു ദേവരാധിക നീയോ, കാതിൽ വന്നൊരു പാട്ടുമൂളിയ കൂവരം കിളി നീയോ. ഇന്ന് നമ്മുടെ അതിഥിയായി എൻ്റെ കൂടെ മത്സരിക്കാൻ വരുന്നത് ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്, ഒരു വലിയ ആക്ട്രസ്സാണ്. വലിയ ആക്ട്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആരാണ്? വലിയ 2 നടന്മാരുടെ അമ്മയാണ്, ഒരു വലിയ കലാകാരൻ്റെ വലിയ ആർട്ടിസ്റ്റിൻ്റെ ഭാര്യയാണ്. കോമഡി കൈകാര്യം ചെയ്യും, സീരിയസ് റോള് കൈകാര്യം ചെയ്യും, ഏത് തരം റോളും കൈകാര്യം ചെയ്യുന്ന നമുക്കെല്ലാം പ്രിയങ്കരിയായ നമ്മുടെ സ്വന്തം മല്ലിക ചേച്ചി. ഒരുപാട് നാളായി അല്ലേ നേരിട്ട് കണ്ടിട്ട്? കാരണം ഞാൻ ഈ കോവിഡ് വന്നതിന് ശേഷം നമ്മള് കൊറോണ വന്ന് എല്ലാവരെയും ഓരോരുത്തടത്തൊക്കെ ഒതുക്കി ഇരുത്തി. പിന്നെ ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ നമ്മളെല്ലാവരും അറിയുന്നുണ്ട്. കാരണം പിന്നെ നിങ്ങൾ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് നിന്ന ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ അടുത്ത കാലത്ത് ഈ ചില കുറെ വിശേഷങ്ങൾ. എന്റെ പിറന്നാള്, ഇന്ദ്രന്റെ വെഡിങ് ആനിവേഴ്സറി, പൂർണിമയുടെ പിറന്നാള്, ഇന്ദ്രന്റെ പിറന്നാൾ. അപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കുറെ ഇങ്ങനെ പടങ്ങൾ ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരുമ്പോ എല്ലാം ഡിസംബറിലാ. അതാ കാര്യം. അപ്പൊ എന്തായാലും പറയാം നേടാം എന്ന ഈ ഷോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അയ്യോ, എനിക്ക് അതിനെക്കാട്ടി സന്തോഷമുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലാ നേടാൻ പറ്റുക എന്നുള്ളതാണ് ഒരു പിടിയില്ലാത്തത്. എനിക്കും ഇതിന്റെ ഒരു സബ്ജക്റ്റ് കിട്ടിയിട്ടില്ല. പോലെ എനിക്ക് അങ്ങനത്തെ വലിയ ചോദ്യം ചോദിക്കുന്നത് ഞങ്ങളൊക്കെ വയസ്സായവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. എല്ലാ ദിവസവും ഒരു സിനിമയെ ആസ്പദമാക്കിയിട്ടായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഇന്ന് ഏത് സിനിമയാണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും നമുക്ക് തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും തുടങ്ങാം. ചേച്ചി, ഈ പറയാം നേടാം എന്ന ഷോയിൽ 3 സെഗ്മെന്റാണ്. ഒന്ന് കേറി പാടാ മക്കളെ, സവാരി ഗിരിഗിരി, രാജമാണിക്യം, അങ്ങനെ 3 സെഗ്മെന്റാണ്. ഇത് കണ്ടിട്ടുണ്ടോ ചേച്ചി? കണ്ടു. അതായത് എനിക്ക് എല്ലാം കാണാൻ പറ്റിയില്ല. എനിക്ക് ഇതിനകത്ത് വരാനുള്ള ഒരു ക്ഷണം കിട്ടിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായത്. കാരണം ഞാൻ നമ്മുടെ IPS ശ്രീജിത്ത് സാറിന്റെ ഒരു എപ്പിസോഡ് കണ്ടായിരുന്നു. പക്ഷേ സാറ് IPS ആണ്, ചോദ്യത്തിന് ഉത്തരവൊക്കെ പറയും. നമ്മളെന്തോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സ്വയം ചിന്തിക്കണം. അല്ലെ, എല്ലാ ദിവസവും ഓരോ സിനിമയെ കുറിച്ചാണ്. അതെ, അപ്പൊ ഇന്നത്തെ സിനിമയായിട്ട് പോലും അദ്ദേഹം പലതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് പറയുന്നതാണ്. ഇപ്പൊ എനിക്കൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പാടാം നേടാം പറയാവുന്ന പാട്ടിലാണ് ഇതിന്റെ കേട്ട് ഞാൻ പിന്നെയാണ് അറിയുന്നത് ചോദ്യോത്തരങ്ങളാണെന്നുള്ളത്. അത് ഞാൻ വിചാരിച്ചു ശ്രീകുട്ടനാന്ന് കേട്ടപ്പോ എന്റെ പൊന്നെ പാട്ടോ ആയിരിക്കും, അഭിനയിക്കൂ നേടൂന്നായിരുന്നു എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണിക്കാം. അത് നമുക്ക് ആക്കാം. നമുക്ക് 2-3 ചോദ്യങ്ങള് അങ്ങനെ അഭിനയിക്കുന്ന എങ്ങനെയാണ്. കാരണം ഒരു സങ്കടപ്പെട്ട ഒരു സീൻ മനസ്സിൽ ഏതെങ്കിലും ചേച്ചിയുടെ മനസ്സിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട് പലരും. കാരണം ഞാനൊരു സീരിയലിൽ ഇങ്ങനെ കരയുന്ന അമ്മയായിട്ട് ഇപ്പം അടുത്ത കാലത്ത് വീണ്ടും ഇല്ല പഴയ ചന്ദ്രമതി കൊച്ചമ്മയെ പോലെ ഒരു കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിക്കും ഇത് രണ്ടും കൂടെ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും ചേച്ചി? ഞാൻ പറഞ്ഞു ചോറ് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ചേച്ചി, ഇന്നത്തെ സിനിമ നന്ദനമാണ്. അയ്യോ, ഒരുപാട് ഓർമ്മകളുള്ള ഒരു സിനിമയായിരുന്നു. അതെ, അതിനകത്ത് പൃഥ്വി, നവ്യ നായർ, പൃഥ്വിയൊക്കെ എന്ത് രസകരമായിട്ട് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അത് രഞ്ജിത്ത് സാറിന്റെ, ഡയറക്ടർ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര്. കാരണം പൃഥ്വി ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് ചള്ളയൊക്കെ വെച്ച് അല്ലെ ഒരു സുന്ദരക്കുട്ടനായിട്ട് ഇങ്ങനെ ചമ്പി ആയിട്ടൊക്കെ വീട്ടിൽ ഇരിക്കുകയല്ലേ. അപ്പോഴാണ് ഇത് അഭിനയിക്കാൻ പെട്ടെന്ന് വിളിക്കുന്നത്. ആദ്യത്തെ സിനിമയല്ലേ. ഞാനവിടെ പോയിരുന്നു ലോക്കെ. പക്ഷെ ഞാൻ പിന്നെ അവിടെ നിൽക്കില്ല, അവിടെ പോയി തുടങ്ങുന്ന ദിവസം അത് പൃഥ്വിരാജ് ഈ പറഞ്ഞതുപോലെ അവൻ ഞാൻ വിചാരിച്ചു ഞാൻ ഇനി ഇവിടെ ഇരുന്നാലും കുഴപ്പമാണ്. കാരണം അവനും ആദ്യം അഭിനയിക്കാം, അവൻ അവിടമായിട്ടൊക്കെ ചേരട്ടെ. ഞാൻ സ്ഥലം വിട്ടു. പിന്നെ പടത്തിൻ്റെ ഓരോന്നൊക്കെ കാണുക എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്കറിയാം രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ അവനെ ശരിക്കും അതങ്ങനെ മോൾഡ് ചെയ്ത് ഓരോ സീനിൻ്റെയും
ആക്ഷൻ കാണിച്ചുകൊണ്ട് ഈവൻ ഡബ് ചെയ്യുമ്പോൾ പോലും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബാലപാഠങ്ങൾ അതിൽ നിന്നും പൃഥ്വി പഠിച്ചിട്ടുണ്ട്. എന്തായാലും പൃഥ്വിയും ബാലപാഠങ്ങൾ പഠിച്ചെങ്കിലും ഇന്ന് പൃഥ്വി എവിടെ നിൽക്കുക? ലൂസിഫർ എന്നുള്ള സിനിമ ഡയറക്റ്റ് ചെയ്ത് അത് എത്രയോ അല്ലേ. എനിക്ക് അതിനകത്തൊരു ഭയങ്കര സന്തോഷം. ഞാൻ ഈ പടം ഷൂട്ടിങ്ങൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ട് നമ്മുടെ മോഹൻലാൽ ഹൈദരാബാദിൽ കണ്ടൊരു ഷൂട്ടിങ്ങിന് പോയി. അപ്പോൾ അവിടുന്ന് നന്ദു അടക്കമുള്ളവരിങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ലാലേട്ടൻ ഇങ്ങനെ പൊക്കി പറയുന്നത് എനിക്കത് കേട്ടപ്പോൾ മോഹൻലാൽ എവിടെ നിൽക്കുന്നു അപ്പോൾ അത് ആലോചിച്ച് നോക്കാം. അപ്പോൾ മോഹൻലാലിനെ പോലെ ഒരു നടൻ ഇങ്ങനെ പൃഥ്വിരാജിനെ പറ്റി പറഞ്ഞു, എന്താ അവൻ്റെ ഒരു കോൺഫിഡൻസ് ഒക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കര സന്തോഷം തോന്നി. ഈശ്വര സുഖേട്ടൻ അനുഗ്രഹിച്ചതോ എൻ്റെ അച്ഛനമ്മമാരും സുഖേട്ടൻ്റെ അച്ഛനമ്മമാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവും. കാരണം അത് കേൾക്കുന്ന ഒരു വലിയ സന്തോഷമല്ലേ നമുക്കൊരു വലിയ നടൻ, അതായത് മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു നടൻ ഇന്നലെ വന്ന എൻ്റെ മോനെ പറ്റി ഒരു ഇങ്ങനെ പറയാന്ന് പറയുമ്പോൾ അതൊരു വലിയ ഒരു അതാ ഓസ്കാർ കിട്ടിയതുപോലെ നമുക്കൊക്കെ. അപ്പം നമ്മൾ ആദ്യത്തെ സെഗ്മെന്റ് കേറി പാടാ മക്കളെ നമ്മൾ തുടങ്ങുകയാണ്. റെഡി അല്ലേ? റെഡി. കേറി പാടാ മക്കളെ. കേറി പാടാ മക്കളയിൽ ആദ്യത്തെ ചോദ്യം ഇതാ: ഏത് മലയാള മാസം കാണിച്ചുകൊണ്ടാണ് നന്ദനം സിനിമ ആരംഭിക്കുന്നത്? എ ചിങ്ങം, ബി തുലാം, ശ്രീ വൃശ്ചികം. ചിങ്ങം, തുലാം, വൃശ്ചികം. ഏത് മലയാള മാസം കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്? ആഗസ്റ്റ്, ചിങ്ങം, സെപ്റ്റംബർ ആണ്. ചിങ്ങം, തുലാം, വൃശ്ചികം. തുലാം. തുലാം ഞാൻ എടുത്തിട്ട് പൂട്ടുകയാണ്. ഇവിടെ ലോക്കൊന്നുമില്ല. ഇല്ല. ഇവിടെ ഒരു അരിഞ്ഞൊരു കെട്ടിയൊരു മുറുക്കുണ്ട്. ശരിയോ? മുറുക്കിയിട്ടത് ശരിയാണോ? അത് എപ്പോഴറിയും? അതിപ്പോ പറയാം. ചേച്ചി മുറുക്കിയിരിക്കുന്നത്, വരിഞ്ഞിട്ട് പൂട്ടിയിരിക്കുന്നത് ബി ആണ്, തുലാം. തുലാം ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ ഇതാ ചേച്ചിയുടെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അതും ഇപ്പൊ തന്നെ. അതാണല്ലോ അതിന്റെ ഒരു ഇത്.